7:30 എൻ്റെ ട്യൂഷൻ. അവൻ്റെ 9:30. അവൻ 7:15 വരും, ഞാൻ 7:15 പോകും. അപ്പൊ കിട്ടുന്നൊരു 15 മിനിറ്റ് ഉണ്ടല്ലോ, അതായിരുന്നു ഞങ്ങളുടെ സമയം. പക്ഷെ ഞങ്ങൾ ശരിക്കും പേടിയാ. ഈ സീനിയേഴ്സിന്റെ ഒക്കെ ട്യൂഷൻ ആ സമയത്തുണ്ട്. ടീച്ചറിനോട് എങ്ങാനും പോയി പറഞ്ഞാൽ തീർന്നില്ലേ. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. പെട്ടെന്നുണ്ടല്ലോ അവന്റെ കൈ കയറി ഒരു ഉമ്മ വന്നു. മറ്റേ അടിവയറ്റില് മഞ്ഞ് വീഴുന്ന മറ്റേ ഫീലില്ലേ, അതായിരുന്നു. എന്നിട്ടെന്താ അവരക്ഷപ്പെട്ടു, ഞാൻ പെട്ടു. ശരിക്കും ഐ എം ആക്ച്വലി പ്രൗഡ് ഓഫ് ഹിം. അവനൊരു നല്ല നിലയിലൊക്കെ എത്തി, കല്യാണമൊക്കെ കഴിച്ച് സെറ്റിൽഡാണ്. എടാ ശരിക്കും നമ്മളെന്ത് പൊട്ടന്മാരല്ലേ. ഈ ഉമ്മ വെച്ച പ്രഗ്നന്റ് ആവുന്നും പറഞ്ഞ് നമ്മൾ എന്തൊരു ഉമ്മ വേണ്ടെന്ന് വെച്ചേ. അതൊക്കെ അപ്പോഴല്ലേടി. ഇപ്പൊ നമുക്കറിയാലോ, കിസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം പ്രഗ്നന്റ് ആവൂല, അതിന് വേറെ. അതവിടെ നിക്കട്ടെ. എന്റെ കഥ പറഞ്ഞ നിന്റെ പറയാന്നാ പറഞ്ഞേ. നിന്റെ ഫസ്റ്റ് കിസ് കേക്കട്ടെ. നിന്റെ ഫസ്റ്റ് കിസ്. ഓക്കെ ഓക്കെ ഓക്കെ. ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണേ, സെക്കൻഡ് ഇയർ. ഡിഗ്രി സെക്കൻഡ് ഇയറോ? പോടാ, സോ ലേറ്റ്. അതിപ്പോ ഞങ്ങള് ചില ആൺപിള്ളേരൊക്കെ ഡിഗ്രിയിലൊക്കെ തുടങ്ങുള്ളൂ. കഥയിലെ നായിക ആന്റി ആയ കുഴപ്പമുണ്ടോ? എന്നിട്ട് ഫാന്റസി കഥയല്ലേ ചോദിച്ചേ, റിയാലിറ്റി ആവേണ്ട. ഉള്ളത് പറയടാ. ശരിക്കുള്ളതാണേ, ഒരു മഴയുള്ള രാത്രിയായിരുന്നേ. ഒരു ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ പോവാ ഞാൻ അവളും. അപ്പോൾ മഴയാണ്, ഇരുട്ടാണ്, ഷട്ടറൊക്കെ ഇട്ടിട്ടുണ്ട്. ബാക്കിൽ ഞാൻ അവളും, നല്ല തണുപ്പ്, ഇരുട്ട്. നമ്മുടെ ഫസ്റ്റ് കിസ് അല്ല ഞാൻ ചോദിച്ച മോനെ, നിന്റെതാ ചോദിച്ചേ. നീ പറ. അതാ പറഞ്ഞു. ആരാണ് നിന്റെ ഫസ്റ്റ് കിസ്? അടി. എന്റെ ദൈവമേ, ഇവരോടാണല്ലോ ഞാൻ എന്റെ 8ാം ക്ലാസ്സിലെ കഥയൊക്കെ പറഞ്ഞേ. എന്നാലും ആ ഉമ്മ നിന്റെ ഫസ്റ്റ് കിസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. എത്ര ഇംഗ്ലീഷ് പടം പത്രക്കടി. കഴിവുള്ളവൻ തന്നെ നീ. അല്ല, നിനക്ക് അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഫസ്റ്റ് കിസ് പോലത്തെ ഒരു കിസ്. എനിക്ക് ഡൗട്ട് ആണല്ലോ. ഇല്ല. ഡൗട്ട് ഉണ്ടെന്നുള്ള പറഞ്ഞത്. ഇല്ല. ഡൗട്ടില്ല. ഇല്ല. ഉറപ്പാ? ഉറപ്പാ.